പണ്ടൊരു യക്ഷി എന്ന് പറയുമ്പോൾ മനസ്സിക്ക് ആദ്യം ഓടിവരെ വെള്ള സാരി കൊടുത്ത് ചിരിച്ച് പാലപ്പൂവിന്റെ മണം വീഴ്ചി മുടിയൊക്കെ അങ്ങോട്ട് വിടർത്തിയിട്ടൊരു യക്ഷി. ഇനി അങ്ങനെയല്ല കേട്ടോ. ഹലോ, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ലോകം കാണുമെന്ന് വിചാരിക്കുക, പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ഞാൻ പോകുമ്പോഴൊക്കെ ഒന്നെങ്കിൽ ഫുൾ സീറ്റ് ബുക്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും. ഇന്ന് രണ്ടും കൽപ്പിച്ച് ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചാ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാവാൻ സമ്മതിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതിലൊരാളാണ് കേട്ടോ ഇത്. യെസ്, ഷീ ഈസ് മൈ മദർ. അല്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുമ്പം നമ്മളെ ചേർത്ത് പിടിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആരെങ്കിലും കാണും. മോസ്റ്റ്ലി നമ്മുടെ പാരൻസ് ആയിരിക്കും. ദേ ആർ ലൈക്ക് എ ജെം. അങ്ങനെ ലോകമൊക്കെ കണ്ടിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടോ. കാരണം അമ്മ ഇത് കാണാൻ വേണ്ടി മാത്രം വന്നല്ലല്ലോ. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ വേസ്റ്റ് ഫോർ ഹർ. ഇന്റർവെല്ലിന് കോഫിയും പോപ്കോണൊക്കെ മേടിച്ചേ. അതൊക്കെ നമുക്കൊരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങാന്ന് വിചാരിച്ചപ്പം ഫുൾ തിരക്ക്. ഇത്രയും റണ്ണിങ് ആയിട്ടും ഒരു സിനിമയ്ക്ക് ഫ്രണ്ട് സീറ്റ് വരെ ബുക്ക്ഡ് ആവുക പറഞ്ഞാൽ അത് ഒരു ഒന്നര കാര്യം തന്നെയാണ്. ഞങ്ങൾ കുറച്ചേരം ബസ്സൊക്കെ കാത്തുനിന്നു. പക്ഷെ ബസ് വരാത്ത കാരണം ഒരു ഓട്ടോ വിളിച്ചു. ഞങ്ങൾ ഒറ്റപ്പാലം വരെ ഓട്ടോ വിളിച്ചത് കാരണം അമ്മയ്ക്ക് കുറച്ച് സാധനം മേടിക്കണ്ടായിരുന്നു. വേറെ ഒന്നല്ല, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇല്ല കഴിക്കാൻ, അതുകൊണ്ടാ. എനിക്കാണെങ്കിൽ അമുലിന്റെ മിഠായി ഭയങ്കര ഇഷ്ടമാണ്. മിഠായി ആണോ ഐസ്ക്രീം ആണെന്ന് പറയാൻ പറ്റില്ല. എന്തിനേലും ഞാനത് കഴിച്ചു. ഇന്നെനിക്ക് ഒരു യക്ഷിനെ കൂടെ പരിചയപ്പെടുത്തട്ടെ. ഈ വടയക്ഷി ആരെന്ന് മനസ്സിലായി കമന്റ് ചെയ്യണേ.